ഞായറാഴ്ച ഞങ്ങളുടെ പിക്നിക് സ്പോട്ട് എങ്ങനെയുണ്ട് ഗൈസ്? മിനിക്കോ ഗവൺമെന്റ് ഹോസ്പിറ്റലിലെ കാഷ്വാലിറ്റി സ്റ്റാഫ് ഒഴിച്ചും ബാക്കി എല്ലാവരും ഒരു പിക്നിക്കിന് വന്നതാണ്. രാവിലെ 9 മണിക്ക് വരാൻ പ്ലാൻ ചെയ്തെങ്കിലും 10:30 ഞങ്ങൾ കുറച്ചുപേർ സ്പോട്ടിലെത്തിയത്. ബാക്കിയുള്ളവർ വരുന്നത് വരെ പോസ്റ്റ് ആയിരിക്കാൻ താല്പര്യമില്ലാത്ത ഞങ്ങൾ ഉള്ളവരെ വെച്ച് ഒരു ഡംസരാശ അങ്ങോട്ട് തുടങ്ങി. സംഭവം ചിരിച്ചും ആസ്വദിച്ചും സമയം പോയത് അറിഞ്ഞേയില്ല. ആൾക്കാരുടെ എണ്ണം കൂടിയ പാടെ ഒരു റൂഹാബ്സ കഴിച്ച് മറ്റ് കലാപരിപാടികൾ തുടങ്ങാമെന്ന് വെച്ചു. കുളം കര എന്ന കരയിലിരുന്ന് ചാടുന്ന കളിയോടെ ടീമിന് മൊത്തത്തിൽ അങ്ങോട്ട് ഉഷാറ് വന്നു. ഫസ്റ്റും സെക്കൻഡും തേർഡും കിട്ടിയവർക്ക് ഡിസ്പോസിബിൾ കപ്പ് കൊടുക്കാനും ഞങ്ങൾ മറന്നിട്ടില്ല. അതിനുശേഷമുള്ള ഐറ്റം ഡേ ഇതായിരുന്നു. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ ഇത് നമുക്കിന്ന് പോണ്ടേ? തുടക്കം സ്റ്റെപ്പിട്ട ആളെപ്പോലും തെറ്റിക്കുന്ന പ്രകടനം കണ്ടപ്പോൾ ഞങ്ങളുടെ സ്വന്തം അഡ്ഡുക്ക വീണ് കിടന്ന് ചെരുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അഡ്ഡു കാണിച്ചതോ? പിക്നിക്കിന്റെ വൈബ് കൂട്ടാൻ നെക്സ്റ്റ് ഐറ്റം ഇതായിരുന്നു, ബോൾ പാസിംഗ്. സമയം ഏകദേശം 12:30 ആയപ്പോൾ കയാക്കിംഗ് തുടങ്ങി കുട്ടികൾ കടലിലിറങ്ങി. ഇടയ്ക്കൊരു ഫാഷൻലെസ് ഫാഷൻ ഷോയും ബലൂൺ ബാലൻസും കഴിഞ്ഞപ്പോൾ അടുത്ത ഗെയിം വേണമെന്നായ എല്ലാവരും. എന്നാ പിന്നെ ഇച്ചിരി വിയർത്തേക്കാമെന്ന് കരുതി നട്ടുച്ചക്ക് നട്ട വെയിലത്ത് ഡോഡ്ജ് ബോൾ. അതോടെ വിശപ്പുമായി. പിന്നീട് സംഭവിച്ചത് ഫുഡിന് സ്പെഷ്യൽ സാധനം മിനിക്കോയിലെ സ്പെഷ്യൽ എന്താണ്? സ്പെഷ്യൽ നോർമൽ തേങ്ങ ചോറ അല്ല, സാധാ ചോറ. തൈരാണ്, മോര് ബട്ടർ ഓക്കെ, തേങ്ങാപ്പാല് കൊണ്ടുണ്ടാക്കിയ ഒരു സംഭവം. പ്ലസ് റിഹാക്കുറു മിക്സ്ഡ് വിത്ത് ഓണിയൻ. അതും ചോറും പ്ലസ് പപ്പടം, ചില്ലി പൊരിച്ചത്, പിന്നെ പപ്പടം. ഫുഡ് കഴിക്കുന്നത് ഗൈസ്. കിരായ ബത്തായി ഫുഡ് കഴിച്ചിട്ട് കടൽ കുളിക്കാൻ ഇറങ്ങിയ ചിലർ, അതേസമയം തന്നെ മറ്റൊരിടത്ത് സബുറുക്ക ജിന്ദഗി എന്ന് തുടങ്ങി പാട്ടു പറയുന്നവരുടെ ഒരു അന്താക്ഷരി കഴിഞ്ഞിട്ട് വീണ്ടും കടലിൽ ചാടുന്ന മറ്റു ചിലർ. ശേഷം അവിടെ എവിടെയായി ഫോട്ടോ സെഷൻ, റീൽ മേക്കിംഗ്, അവസാനം ഒരു അടിപൊളി ചായയോടെ പരിപാടി കഴിഞ്ഞു. മിനിക്കോ സ്പെഷ്യൽ മസ്റ്റ്. തിരക്കുള്ള ജീവിതത്തിനിടയ്ക്ക് ഞങ്ങളെല്ലാവരും കൂടിയ ഒരു നിമിഷം.